Sunita Williams and Sunita Williams has made history once again. I'm Sunny Williams. Spacecraft on its debut mission. സുനിത വില്യംസ് മൂന്നാമതും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഫ്ലോറിഡയിലെ കേപ്പ് കനാവറൽ ബഹിരാകാശ നിലയത്തിൽ നിന്ന് വിക്ഷേപിച്ച നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷന്റെ ബോയിങ് സ്റ്റാർ ലൈനർ എന്ന പേടകം സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനത്ത് എത്തി. പേടകത്തിൽ ഉണ്ടായിരുന്ന നാസ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ക്രൂമേറ്റ് ബുഷ് വിൽമോറും സ്പേസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളും നാസ എക്സിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ പറക്കലിലൂടെ കന്യായാത്രയിൽ തന്നെ ക്രൂഡ് ബഹിരാകാശ പേടകം പൈലറ്റ് ചെയ്യുന്ന ആദ്യ വനിതയായി സുനിത വില്യംസ്. നേരത്തെ 2 തവണ ബഹിരാകാശ യാത്ര നടത്തിയിട്ടുള്ള 58-കാരിയായ സുനിത വീട്ടിലേക്ക് തിരികെ പോകുന്നത് പോലെയായിരുന്നു എന്നാണ് 3ാം യാത്രയിൽ ബഹിരാകാശത്ത് എത്തിയ ശേഷമുള്ള അനുഭവം വിവരിച്ചത്. ഒരാഴ്ചയോളം ബഹിരാകാശത്ത് തങ്ങുന്ന ഇരുവരും വിവിധ ഗവേഷണങ്ങളിൽ സഹകരിക്കും. സുനിത വില്യംസ് ഇതുവരെ 322 ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞിട്ടുണ്ട്. 1998 ബഹിരാകാശ സഞ്ചാരിയായി നാസ സുനിത വില്യംസിനെ തിരഞ്ഞെടുത്തത്. അതിനു മുമ്പ് നാവികസേനയിൽ ടെസ്റ്റ് പൈലറ്റായിരുന്ന സുനിത 30 തരം വിമാനങ്ങൾ ആകെ 3000 മണിക്കൂറിലധികം പറത്തിയിട്ടുണ്ട്. ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിന്റെ രൂപകൽപ്പനയിലും സുനിത വില്യംസ് പങ്കാളിയായിരുന്നു. ഭാഗികമായി പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ പേടകങ്ങളുടെ ഒരു വിഭാഗമാണ് ബോയിങ് സ്റ്റാർ ലൈനർ അഥവാ CST-100. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കും താഴ്ന്ന ഭൂമി ഭ്രമണപഥങ്ങളിലേക്കും ബഹിരാകാശ യാത്രികരെ എത്തിക്കാൻ ബോയിങ് നിർമ്മിച്ചതാണിത്. 15 അടി വ്യാസമുള്ള പേടകം അപ്പോളോ കമാൻഡ് മൊഡ്യൂളിനേക്കാളും സ്പേസ് എക്സ് ഡ്രാഗൺ ക്രൂ ക്യാപ്സ്യൂളിനേക്കാളും വലിപ്പമേറിയതാണ്. സ്റ്റാർ ലൈനറിന് 7 പേരെ വരെ ഉൾക്കൊള്ളാനും 7 മാസം വരെ ബഹിരാകാശ നിലയത്തിൽ ടോക്ക് ചെയ്തിരിക്കാനും കഴിയും. പേടകത്തിന്റെ പ്രധാന ഭാഗം 10 തവണ വരെ പുനരുപയോഗിക്കാവുന്നതാണ്. 2010 നാസ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന് വേണ്ടി സ്റ്റാർ ലൈനറെ തിരഞ്ഞെടുത്തത്. 2017 മനുഷ്യരെ വഹിച്ചുള്ള ആദ്യത്തെ ക്രൂഡ് ടെസ്റ്റ് ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്താൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും ആദ്യത്തെ ആളില്ലാ വിക്ഷേപണ ദൗത്യം 2019 ഡിസംബർ 20 നടന്നത്. 8 ദിവസം നീണ്ട ദൗത്യത്തിനാണ് പ്ലാൻ ചെയ്തതെങ്കിലും സാങ്കേതിക തകരാറുകളെ തുടർന്ന് 2 ദിവസത്തിനകം 2019 ഡിസംബർ 22 പേടകം ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസ് ഹാർബറിൽ സുരക്ഷിതമായി തിരിച്ചിറക്കി. പിന്നീട് 2022 മെയ് 19 പേടകത്തിന്റെ 2ാം ആളില്ലാ പരീക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചത്.